ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 20. ദൈവം ആത്മാവാകയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് ഗോചരമല്ല. അവൻ്റെ തത്വം അല്പബുദ്ധികളായ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാനും കഴിവില്ലാത്തതിനാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ മാത്രമാണ്. സവിശേഷമായി അവൻ അരുളി ചെയ്തിരിക്കുന്ന വിസ്മരണീയമായ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അവൻ്റെ സമ്പൂർണ്ണ ലക്ഷണങ്ങൾ തുടർന്നും നാം ഗ്രഹിക്കുന്നു. ദൈവം ഉണ്ട് എന്നുള്ളതിന് അതൊരു സത്യമാണെന്നും ആ സത്യത്തെ സത്യവേദ പുസ്തകം അതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് യുക്തിവാദം ചെയ്യാതെ ദൈവം ഏകനേ ഉള്ളൂവെന്ന് ഖണ്ഡിതമായി പ്രസ്താവിക്കുന്നു. അവൻ ഒരുവനാണ് സാക്ഷാൽ ദൈവമെന്നുള്ളതിന് ഇസ്രയേൽ ജനങ്ങൾ അനുഭവിച്ച നന്മകളും അവർ കണ്ടതും കേട്ടതുമായ അത്ഭുതങ്ങളും അവരിലുണ്ടായിരുന്ന മഹാത്മാക്കൾ പ്രവചിച്ച നിർവ്യാജങ്ങളായ പ്രവചനങ്ങളും ശരിയായ ദൃഷ്ടാന്തങ്ങളായിരുന്നു. അവയായിരുന്നു നാം ഒടുവിൽ കേട്ട അവൻ്റെ നാമങ്ങളെക്കുറിച്ചും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും. നാമങ്ങളെക്കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ ദൈവം ഏകനായതുകൊണ്ടും നിസ്തുലനായതുകൊണ്ടും അവനിൽ ഭിന്ന തത്വങ്ങളില്ലാത്തതുകൊണ്ടും ദൈവത്തിൻ്റെ തത്വത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളില്ല. എങ്കിലും നിർഗുണനല്ലാത്തതിനാൽ അവനെ മനുഷ്യർ മനസ്സിലാക്കത്തക്കവണ്ണം അവൻ്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന അനേക നാമങ്ങൾ ദൈവത്തിനുണ്ട്. നാം അവയിലേക്ക് നോക്കുകയാണെങ്കിൽ യഹോവയ്ക്ക് എബ്രായ ബൈബിളിൽ നൽകിയിരിക്കുന്ന 18 വിശേഷണങ്ങളും അവിടെ അർത്ഥം നോക്കുകയാണെങ്കിൽ യഹോവ ഏലോഹീം, നിത്യനായ യഹോവ എന്നർത്ഥം. ഉൽപ്പത്തി 2:4. അതുപോലെ യഹോവ അഡോണായി, കർത്താവായ യഹോവ എന്നർത്ഥം. ഉൽപ്പത്തി 19:2. യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും എന്നർത്ഥം. ഉൽപ്പത്തി 22:8. യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി എന്നർത്ഥം. പുറപ്പാട് 17:15. തുടർന്ന് യഹോവ റാഫ, യഹോവ സൗഖ്യമാക്കുന്നവൻ. പുറപ്പാട് 15:26. യഹോവ ശാലോം, യഹോവ നമ്മുടെ സമാധാനം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:24. യഹോവ സിദക്കേനു, യഹോവ നമ്മുടെ നീതി. ഇരമ്യാവ് 23:6, 33:16. യഹോവ മെഡേഷ്കോ, യഹോവ നമ്മെ ശുദ്ധീകരിക്കുന്നവൻ. യഹസ്കേൽ 26:12. യഹോവ ശെബായോത്ത്, സൈന്യങ്ങളുടെ യഹോവ എന്നർത്ഥം. 1 ശമൂവേൽ 1:3. യഹോവ ശമ്മ, യഹോവ സമീപസ്ഥൻ എന്നർത്ഥം. യഹസ്കേൽ 48:35. യഹോവ എല്ലിയോൻ, അത്യുന്നതനായ യഹോവ. സങ്കീർത്തനം 7:17. യഹോവ റാഹ്, യഹോവ എൻ്റെ ഇടയൻ. സങ്കീർത്തനം 23:1. യഹോവ ഹോശേനു, യഹോവ നമ്മെ നിർമ്മിച്ചവൻ. സങ്കീർത്തനം 95:6. യഹോവ ഏലോഹേനു, യഹോവ നമ്മുടെ ദൈവം. സങ്കീർത്തനം 99:5. യഹോവ എലോഹേക്ക, യഹോവ നിൻ്റെ ദൈവം. പുറപ്പാട് 20:2. യഹോവ ഏലോഹായി, യഹോവ എൻ്റെ ദൈവം. സെഖര്യാവ് 14:5. യഹോവ നാക്ക, യഹോവ നിന്നെ നടത്തുന്നു. യെശയ്യാവ് 58:11. യഹോവ ഗമൂല, യഹോവ പ്രതികാരം ചെയ്യുന്നു. ഇരമ്യാവ് 51:56. ഇങ്ങനെ പഴയ നിയമത്തിൽ യഹൂദന്മാർ ദൈവത്തിന് സ്വയംഭൂ എന്നർത്ഥമുള്ള യഹോവ എന്നും ദേവർ എന്നർത്ഥമുള്ള ഏലോഹി എന്നും കർത്താവ് എന്നർത്ഥമുള്ള അഡോണി എന്നും ദൈവം എന്നർത്ഥമുള്ള ഏലെന്നും അത്യുന്നതൻ എന്നർത്ഥമുള്ള ഏലുനെന്നും സർവവും ചെയ്തവൻ ശക്തിയുള്ളവൻ എന്നർത്ഥമുള്ള ശധ എന്നും പേർ വിളിക്കുന്നു. അതുപോലെ ആസ്മി അഥവാ ഞാനാകുന്നു എന്നർത്ഥമുള്ള യേഖ്യോ എന്നും ഇങ്ങനെ ഇപ്രകാരം പല അനുയുക്തമായ നാമങ്ങളാൽ ആദികാരണനായ ദൈവത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ യവന ഭാഷയിൽ ദൈവം എന്നർത്ഥമുള്ള തയോസ് എന്നും കർത്താവ് അഥവാ യജമാനൻ എന്നർത്ഥമുള്ള കുര്യോസ് എന്നും ദൈവത്തിന് പേര് പറഞ്ഞിരിക്കുന്നു.